മലപ്പുറം മഞ്ചേരി ഇളങ്കൂരിൽ ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ചത് കടുത്ത പീഡനമെന്ന് സുഹൃത്ത്. ഭർത്താവ് പ്രഭിൻ ശാരീരികമായി ഉപദ്രവിച്ചു. സുഹൃത്തുക്കളുമായി സംസാരിക്കാതിരിക്കാൻ വാട്സാപ്പ് ചാറ്റുകൾ പ്രഭിൻ്റെ ഫോണുമായി കണക്ട് ചെയ്തിരുന്നുവെന്നും വെളിപ്പെടുത്തൽ. അറസ്റ്റിലായ പ്രഭിനെ ചോദ്യം ചെയ്യലിനായി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. വ്യാഴാഴ്ച ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ചത് ക്രൂരമായ പീഡനമെന്ന് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. കൂട്ടുകാരോട് പോലും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അവള് കഴുത്തിനേറെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ എന്നാൽ തിരിച്ചു പോരെ, വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും ഒരിക്കലും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവൾക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ. കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്, അവരെ നോക്കാൻ ഇനി വേറെ 3 പെൺമക്കളാണുള്ളത്. അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവളൊരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം, അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല. വിഷ്ണുജയുടെ മൊബൈൽ ഫോൺ പ്രഭിന്റെ ഫോണുമായി കണക്ട് ചെയ്തിരുന്നു. വാട്സപ്പ് ചാറ്റ് പോലും അസാധ്യമായിരുന്നു. ചില സമയങ്ങളിൽ ടെലഗ്രാം വഴി കൂട്ടുകാരികളോട് സംസാരിച്ചിരുന്നു. അങ്ങനെയാണ് വിഷ്ണുജ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ മനസ്സിലായതെന്നും സുഹൃത്ത് പറയുന്നു. സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് വിഷ്ണുജ ഇക്കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജ ഭർതൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഭർത്താവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സ്റ്റാഫ് നഴ്സായ പ്രഭിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രഭിനെ ഇന്ന് ഡിവൈഎസ്പി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തിച്ചു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. ജനം, മലപ്പുറം.